എൻ്റെ കയ്യിലുള്ളതാണ് ജേഴ്സി ലില്ലി കേട്ടോ. ഇത് ശരിക്കും മഴക്കാലത്ത് വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം ആകുമ്പോഴത്തേക്കും കുറേ അധികം പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഒരു തണ്ടിൽ തന്നെ നമുക്ക് 6ഉം 7ഉം പൂക്കൾ തരുന്നൊരു അടിപൊളി ലില്ലി കേട്ടോ. ലില്ലിൻ്റെ തന്നെ 3-4 ടൈപ്പ് വെറൈറ്റികൾ നമുക്ക് വരുന്നുണ്ട്. റെയിൻ ലില്ലി ഉണ്ട്, അതായത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ. അതിപ്പോൾ കോമൺലി എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. നമ്മൾ സാധാരണ ഈ വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക്, യെല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് വെറൈറ്റി അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത് കുറച്ച് വലിയ ഫ്ലവറിങ് ആണ്, നല്ല അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ആയിപ്പെടുന്ന ഒരു തൈയാട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ ജേഴ്സി ലില്ലി കണ്ടില്ല. അപ്പോൾ നമ്മുടെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല രീതിക്ക് ഭംഗിയിൽ ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. 2 ദിവസമൊക്കെ ഇതിൻ്റെ പൂക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മാത്രമേ അത് ചീഞ്ഞ് പോകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ സവാളയുടെ രൂപത്തിലുള്ളൊരു ട്യൂബറാണ് ശരിക്കും ഇതിന് വരുന്നത്. ബൾബ് എന്ന് നമ്മൾ ശരിക്കും അതിനെ ആ പ്ലാന്റിന് ആ ട്യൂബറിന് നമ്മൾ പറയാം കേട്ടോ, ബൾബ്. അതൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത് സവാള എന്നേ പറയത്തുള്ളൂ. അപ്പം നമ്മുടെ ജേഴ്സി ലില്ലി വീഡിയോ അവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അമേരി ലില്ലി കേട്ടോ. അമേരി ലില്ലി എന്ന് പറയുന്നത് റെഡ് കളറിലാട്ടോ. ഈ ഓരോ കളറിനനുസരിച്ചിട്ട് ഇതിന് പേര് മാറ്റം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരാഗണത്തിലൂടെയും ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ 2-3 നമ്മുടെ വെറൈറ്റി കയ്യിലുണ്ടെങ്കിൽ പരാഗണത്തിലൂടെയും നമുക്ക് കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ തന്നെ ഗാർഡനിൽ തന്നെ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമേരി ലില്ലി. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്, അത്യാവശ്യം 3-4 പൂക്കളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി, നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. നോർമൽ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജേഴ്സി ലില്ലി ഉണ്ട്, അതുപോലെ ഈ ലില്ലി ഉണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.